നിലവിൽ തമിഴ്നാട്ടിൽ AIADMKക്ക് പഴയ ശൗര്യമില്ല എന്നതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ്. കാരണം ഒരു കാലത്ത് തമിഴകം അടക്കി ഭരിച്ചിരുന്ന പാർട്ടിയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയും തോറും ദുർബലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് AIADMK പോകുന്നത്. പളനിസ്വാമിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഭൂരിഭാഗം അണികളും പ്രവർത്തകരും നേതാക്കളും തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഏറ്റവും ഒടുവിൽ സെങ്കോട്ടയ്യൻ്റെ പുറത്തേക്കുള്ള പോക്ക് അത് സൂചിപ്പിക്കുന്നത് AIADMK ശരിക്കും ഒരു ശിഥിലീകരണ പ്രക്രിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AIADMK ഒരു ഗൗണ്ടർ പാർട്ടിയായി കൊങ്ക് നാട്ടിൽ മാത്രം ഒതുങ്ങാനുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ കാണുന്നത്. പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാടായിരുന്നു AIADMKയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ബേസ്. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് AIADMK നേരിട്ടത്. 7 ഇടത്ത് കെട്ടിവെച്ച കാശ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. അതുകൂടാതെ മൊത്തം തമിഴ്നാട്ടിൽ 9 മണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്തേക്കാണ് AIADMK പിന്തള്ളപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ പളനിസ്വാമിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു പാർട്ടിയെ, അതായത് ഒരു വലിയ ബേസുള്ള ഒരു പാൻ തമിഴ് പാർട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന ജയലളിതയും MGRും എല്ലാം അടക്കി ഭരിച്ച ഒരു സംവിധാനം നിലവിൽ ഒരു ഗൗണ്ടർ പാർട്ടിയായിട്ട് ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു വസ്തുതയാണ് കുറേ കാലമായിട്ട് അണ്ണാമലൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം AIADMKക്ക് അപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ BJP വളരണം എന്നതായിരുന്നു അണ്ണാമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നല്ലൊരു ഓളം ഉണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചിരുന്നു. അണ്ണാമലൈ തമിഴ്നാട്ടിലെ BJP സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി അവിടുത്തെ അണികൾക്കിടയിൽ ഒരു വലിയ ഉണർവ് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുമ്പ് BJPയുടെ പ്രാദേശിക നേതാക്കന്മാർക്ക്, സംസ്ഥാന നേതാക്കന്മാർക്കൊന്നും വലിയൊരു സ്വീകാര്യത മാധ്യമങ്ങളിലൊന്നും ലഭിക്കാറില്ല. ആരും കാര്യമായിട്ട് BJPയെ പരിഗണിക്കാറുമില്ല തമിഴ്നാട്ടിൽ. എന്നാൽ ദേശീയ നേതാക്കളൊക്കെ വരുമ്പോഴാണ് BJPക്ക് ഒരു സ്വീകാര്യതയൊക്കെ ലഭിക്കാറ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് അണ്ണാമലൈ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രത്യേകിച്ച് സ്റ്റാലിനെതിരെയും DMKക്കെതിരെയും അദ്ദേഹം നടത്തുന്ന അഴിമതി ആരോപണങ്ങൾ, അദ്ദേഹം തുറന്നു വിടുന്ന പോർമുഖങ്ങൾ, ഇതെല്ലാം വലിയ വാർത്തയായി ചർച്ചയായി മാറി. നിഷ്പക്ഷരായ വോട്ടർമാർക്കിടയിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചിരുന്നു. അണ്ണാമലയുടെ യാത്രയും വലിയ ഒരു വിജയം തന്നെയായിരുന്നു. വമ്പൻ ജനപങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം നിൽക്കെയാണ് അണ്ണാമലൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു പോകുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. കാരണം BJPയെ സംബന്ധിച്ച് അവർ ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചു എന്നുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം PMKയും മറ്റ് ചെറുകിട കക്ഷികളും മാത്രമേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJPക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും 11% വോട്ട് ഒറ്റയ്ക്ക് നേടാൻ BJPക്ക് സാധിച്ചു. അതുകൂടാതെ തന്നെ 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് എത്താനും അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJPക്ക് കഴിഞ്ഞിരുന്നു. അതൊരു മികച്ച ഒരു റിസൾട്ട് തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ ഈ ദ്രാവിഡ പാർട്ടികളുടെ അധീശത്വം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് BJPക്ക് എളുപ്പമല്ല. എന്നാൽ പോലും 11% വോട്ടുകൾ നേടുന്നു, ഇത്രയും സീറ്റുകളിൽ 2-ാം സ്ഥാനത്ത് വരുന്നു, നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതൊരു വലിയ ഒരു റെക്കോർഡ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവായുള്ള റെക്കോർഡ് തന്നെയായിരുന്നു BJPയെ സംബന്ധിച്ച്. പക്ഷേ അവിടെയാണ് BJP ദേശീയ നേതൃത്വം ഒരു തെറ്റായ തീരുമാനമെടുത്തത്. കാരണം AIADMK തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു. AIADMKയും അണ്ണാമലയും തമ്മിലുള്ള ഫ്രിക്ഷൻ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അണ്ണാമലൈ DMKക്കെതിരെയും AIADMKക്കെതിരെയും ഒരുപോലെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു നേതാവാണ്. ഈ ദ്രാവിഡ പാർട്ടികളുടെ ഒരു അസ്തമയം ഉണ്ടായാൽ മാത്രമേ BJPക്ക് ഉയർന്ന് തമിഴ്നാട്ടിൽ വരാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അണ്ണാമലൈ. അപ്പോൾ ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും AIADMK തിരിച്ച് NDAയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാന കണ്ടീഷൻ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അതായത് തമിഴ്നാടിൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി അണ്ണാമലയെ ബലി കഴിപ്പിച്ചു എന്നാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക ഭാഷ്യം. സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെ ഏതു വിധേനയും അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് BJPയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ ഒരു ടാക്ടിക്സ് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു ഗുണവും ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. അണ്ണാമലൈ പറഞ്ഞ ആ ഒരു വസ്തുത തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ TTV ദിനകരനാണെങ്കിലും ശശികലയാണെങ്കിലും പനീർസെൽവമാണെങ്കിലും ഇവരെല്ലാം AIADMK സംവിധാനത്തിൽ നിന്ന് പുറത്താണ്. സെങ്കോട്ടയ്യനും ഇപ്പോൾ പോയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും AIADMKക്ക് ആ പഴയ പാൻ തമിഴ്നാട് അപ്രോച്ച്, അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ ദിവസം കഴിയുമ്പോഴും ദുർബലമാകുന്ന AIADMKക്കൊപ്പം നിന്നിട്ട് BJPക്ക് ഒരു കാര്യമില്ല. ഒരു ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് കുറച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ അണ്ണാമലയെ പോലെയുള്ള ഒരു ലീഡറെ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു സ്പേസ് അവിടെ BJPക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ TTV ദിനകരനും പനീർസെൽവം ഇത്തരം ആളുകളെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഇല്ലെങ്കിലും എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. സ്റ്റാലിനും DMKക്കും ഒരു കേക്ക് വാക്ക് തന്നെയായിരിക്കും. കാരണം എന്ത് വന്നാലും ഒരു 26% വോട്ടുള്ള ഒരു പാർട്ടിയാണ് DMK. അതിനൊപ്പം കോൺഗ്രസും മറ്റ് പാർട്ടികളും എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു സിസ്റ്റമായിട്ട് അവിടെ വരും. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യമില്ല. പിന്നെ അതുകൂടാതെ തന്നെ വിജയ് ആണെങ്കിൽ തുടക്കത്തിൽ വലിയ ആവേശമൊക്കെ പ്രകടിപ്പിച്ചെങ്കിൽ ഇപ്പം വിജയ് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം അണ്ണാമലയെ പോലെ ഒരു ലീഡർ BJPയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും സംസ്ഥാന അധ്യക്ഷനായിരുന്നെങ്കിൽ വിജയെ പോലും NDAയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കായിരുന്നു. അതിനുള്ളൊരു കൺവിൻസിങ് കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ആ ഒരു സ്വീകാര്യത, കാരണം സ്വയം നന്നായി വന്ന, അതായത് വളരെ താഴെക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മെറിറ്റോറിയസ് പേഴ്സൺ, അതായത് ഫസ്റ്റ് ജനറേഷൻ പൊളിറ്റീഷ്യനാണ്. എപ്പോഴും അണ്ണാമല പറയാറുണ്ട് ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണെന്നൊക്കെയാണ് അദ്ദേഹം പറയാറ്. അപ്പോൾ ആ ഒരു സ്വീകാര്യത BJP കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. എന്തായാലും അണ്ണാമലയുടെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാടൊന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അണ്ണാമലയെ പോലുള്ള ഒരു ലീഡറെ, വെറും 41 വയസ്സ് മാത്രമുള്ള ഒരു മൾട്ടി ഡയമെൻഷനായുള്ള നല്ല ഒറേറ്ററായ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ലീഡറെ BJPക്ക് അത്യാവശ്യമാണ്. കാരണം തമിഴ്നാട്ടിൽ നിലവിൽ ഇങ്ങനെയൊരു നേതാവിനെ BJPക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. തമിഴകത്ത് എപ്പോഴും ഒരു പേഴ്സണാലിറ്റി കൾട്ടിനൊരു വലിയ സ്ഥാനം തന്നെയുണ്ട്. കാരണം വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയത്തെ എപ്പോഴും അംഗീകരിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോമിസിംഗ് ആയുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു അണ്ണാമല. കാരണം അണ്ണാമലയ്ക്ക് ആ രീതിയിൽ ഉയർന്നു വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. കാരണം തമിഴ്നാട്ടിൻ്റെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അതും പുതിയ കാലഘട്ടത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു തമിഴ് ലീഡർ എന്നുള്ള രീതിയിൽ BJPക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അണ്ണാമല. അപ്പോൾ എന്തായാലും അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് BJP അണ്ണാമലയെ പാർട്ടിയിൽ ഉറപ്പിച്ച് നിർത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലേക്ക് മാധ്യമങ്ങളിൽ നോക്കുമ്പോൾ അണ്ണാമലയുടെ വീഴ്ച എല്ലാവരും ആഘോഷിക്കുകയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഒരു ഭയമുണ്ടായിരുന്നു. കാരണം അണ്ണാമലയെ പോലുള്ള ഒരു ലീഡർ ഉയർന്നു വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ BJPക്ക് നല്ലൊരു സാധ്യതയുണ്ടെന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് DMKക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്, ആ ഒരു സാധ്യതയാണ് ഇപ്പം AIADMK, അതായത് ഒരു കാറ്റുപോയ AIADMKക്ക് വേണ്ടി BJP നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം.